ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. അവൻ സാധാരണ ആ ടൈമിൽ വിളിക്കാറില്ല. അവൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചതാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു നൈബർ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഈ നൈബർ എന്ന് പറയുന്ന പയ്യൻ ഞങ്ങളൊക്കെ UP-യിൽ പഠിക്കുന്ന ടൈമിലാണ് ആ കുട്ടി ജനിച്ചത്. അപ്പോൾ അവൻ ആദ്യം എടുത്തുകൊണ്ട് നടന്ന കുട്ടി അവനാണ്. അപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടന്നിരിക്കുന്നത് ആ കുട്ടീനെയാണെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ സഹോദരിക്ക് പിള്ളേരുണ്ട്, പക്ഷേ അവൻ നാട്ടിലല്ല, എൻ്റെ ഈ സുഹൃത്ത് നാട്ടിലല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ അവൻ അത്രയ്ക്ക് എടുത്ത് നടന്നിട്ടില്ല. പക്ഷേ ഇവൻ കുറേ എടുത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു പയ്യൻ ഇപ്പോൾ ഒരു 24-25 വയസ്സുണ്ടാവും. ആ പയ്യൻ സൂയിസൈഡ് ചെയ്തു. ഇപ്പോൾ സൂയിസൈഡ് ചെയ്തതിൻ്റെ കാരണം അവന് വർക്കിലുള്ള പ്രഷറാണ് എന്നാണ് പറഞ്ഞത്. അവൻ KCB-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനാരും പേര് പറയുന്നില്ല, പക്ഷെ KCB-യിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് നല്ല ഷോക്കായി. പക്ഷെ എന്തിൻ്റെ കാര്യത്തിലാണ് ഷോക്കായെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരാൾ ഈ ഒരു പ്രായത്തിലൊരു ആള് ജീവൻ അവസാനിപ്പിച്ചല്ലോ എന്ന കാര്യത്തിൽ ഷോക്ക് തോന്നി. പക്ഷെ അതിൻ്റെ റീസണൊക്കെ കേട്ടപ്പോൾ അതെനിക്ക് അത്ര ഷോക്കിംഗ് ആയിരുന്നില്ല. കാരണം ഇത് കുറേ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ബാങ്കിൽ ഒരു ലോണിൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ ആ ബാങ്ക് മാനേജറുടെ ഹസ്ബൻഡും ഇതേപോലെ KCB-യിലാണ്. അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ സൂയിസൈഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു, വർക്ക് പ്രഷർ കാരണം. ഇപ്പം നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയതോടെ KCB റിലേറ്റഡ് കംപ്ലയിൻസും പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് നമ്മളുടെ കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങൾ മുടങ്ങുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരാണല്ലോ ഇപ്പോൾ പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്നത്, ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നത് ഇവരാണല്ലോ. അപ്പോൾ അവർക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ടായിരിക്കാം. പിന്നെയും കൂടെയുള്ള ആൾക്കാരും എല്ലാ ടോക്സിക് എൻവയോൺമെൻറ്റ്സ് ആയിരിക്കാം, നമുക്കതറിയില്ല. പക്ഷെ ഇതെനിക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി, വർക്ക് ലോഡ് ഒരു പ്രശ്നമാണ് എന്നുള്ളത്. കാരണം ഞാനത് നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ച ഡെസിഗ്നേഷനിൽ നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ വർക്കിൻ്റെ ടെൻഷൻ കാരണം നമ്മളാകെ ഷാറ്റേഡായി പോകും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കോൾ വരുമ്പോൾ അവരെന്നെ പറയും, നിന്നെ ആ നേരത്ത് വിളിക്കാൻ കൊള്ളൂല. കാരണം ഞാൻ കറക്റ്റായിട്ടല്ല സംസാരിക്കുന്നത്, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല, പിന്നെ അവർ പറയുന്നതിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ അതിനനുസരിച്ചുള്ള ഒരു മെഡിക്കൽ സപ്പോർട്ടൊക്കെ എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ബേൺ ഔട്ടാണ്. അതായിരുന്നു എൻ്റെ പ്രശ്നം. അതായത് ഇതിൻ്റെ ഒരു മാക്സിമം ഉണ്ടല്ലോ, നമ്മൾ ഓരോ മെഷീൻ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടയർ ഓടി അതിൻ്റെ ഗ്രിപ്പൊക്കെ പോയി തേയുമല്ലോ, ആ സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെയും. ബേൺ ഔട്ടായി. അപ്പോൾ അങ്ങനെ ബേൺ ഔട്ട് ആവുമ്പോൾ എന്ത് പറ്റും, നമ്മളത് നിർത്തണം, ടയർ മാറ്റണം. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു ജോലി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, വല്ലാത്തൊരു അവസ്ഥയാണ് ജോലി കാരണം. അങ്ങനെ അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്തു. അപ്പോൾ റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ പാർട്ട്ണർ ഭാഗ്യത്തിന് വൈഫ് സപ്പോർട്ടീവ് ആയിരുന്നു. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിങ്ങൾ ഈ ജോലി ചെയ്യേണ്ട, റിസൈൻ ചെയ്തേക്കുന്നതാണ് അവൾ പറഞ്ഞത്. പക്ഷേ എൻ്റെ പാരൻസ് ആണെങ്കിലും അവളുടെ പാരൻസ് ആണെങ്കിലും അതൊരു നല്ല കാര്യമായിട്ട് കാണില്ലല്ലോ. കാരണം നമ്മളെ പാരൻസിൻ്റെ ജനറേഷനിൽ അവർ വർക്ക് ചെയ്യുമ്പോഴും വർക്ക് ലോഡ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. പക്ഷെ അതല്ല ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇപ്പോൾ ഇത് ഇത്തിരി കൂടുതലാണ്. അത് അവർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം അവർക്ക് അവരുടേതായ വർക്ക് ലോഡുകളും കാര്യങ്ങളും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ പലയിടത്തും ഒരാൾ ചെയ്യേണ്ട ജോലി ആയിരിക്കില്ല ഒരാൾ ചെയ്യുന്ന, 1-2 പേര് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ടീം അത്രയ്ക്കും കേപ്പബിൾ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്തത് കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി കാര്യങ്ങളായിരിക്കും, അത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് ആയിരിക്കും. ആ ഒരു സമയത്തിൽ ഇത് എന്തായാലും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ നമ്മളത് കൊടുക്കണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ വരും. അപ്പം അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ. പിന്നെ ഓഫീസ് പൊളിറ്റിക്സ്, ഇങ്ങനെ 1008 പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ചെയ്യേണ്ട ജോലി, അതായത് അവനെ ഏൽപ്പിക്കുന്ന ടാസ്ക് ചെയ്യാനുള്ള സ്കില്ലും പഠിപ്പൊക്കെ അയാൾക്ക് ഉണ്ടാവും. പക്ഷേ ആ എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നമ്മുടെയൊക്കെ മെൻ്റൽ എബിലിറ്റി പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ സൂയിസൈഡ് ചെയ്ത ആൾ തന്നെ അവൻ്റെ വർക്ക് ലോഡ് കാരണമാണെന്ന് ഇവർ അറിയണമെങ്കിൽ അവനെ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? നമ്മളോട് അങ്ങനെ ഒരാൾ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ എന്ത് പറയും? അപ്പോൾ അവൻ്റെ പാരൻസ് അങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല. അവർ കമ്പാഷനേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നീ പിടിച്ചു നിൽക്കുന്നോ, അല്ലെങ്കിൽ ഇപ്പം വേണ്ടെങ്കിൽ നിർത്താമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു ഗവൺമെൻറ് ജോലിയാണ്, അതങ്ങനെ ഈ പ്രായത്തിൽ കിട്ടിയിട്ട് അത് കളയണ്ട എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതല്ലേ, ഞങ്ങൾക്ക് സ്ട്രെസ് ഉള്ളതല്ലേ, ഇതിനൊക്കെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ഇതിനൊക്കെ എന്തിനാ വിഷമിക്കണേ, ഇതൊക്കെ ഇങ്ങനെ പോട്ടെ. അല്ലെങ്കിൽ ചീത്ത കേൾക്കുമ്പോൾ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയും. ഇത് ഞാൻ കുറേ ചെറുപ്പം തൊട്ട്, അതായത് ആദ്യത്തെ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ്. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. ഈ 2 ചെവിയുടെ ഇടയിൽ തലച്ചോറെന്ന് പറഞ്ഞിട്ട് സാധനം ഇരിക്കണില്ലേ, അങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല, അത് തലയിൽ കയറും. ഇതൊക്കെ നമ്മളെ ബാധിക്കും.
അപ്പോൾ ഈ ഇങ്ങനത്തെ ഉപദേശം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊന്നും കുഴപ്പമില്ല, ഇത് നീ എന്താ പറയുക, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറയുന്നവരെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ആയിരിക്കില്ല എന്നോട് ഇത് പറയുന്ന ആൾക്ക്. ഇപ്പോൾ ഈ പയ്യൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ആയിരിക്കില്ല അവനോട് ഈ ഉപദേശം കൊടുത്ത ആൾക്ക്. ശരിക്കും അവൻ്റെ മെൻ്റൽ എബിലിറ്റി എന്താണ്, അവൻ്റെ ഒരു മെൻ്റൽ സിറ്റുവേഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ഇരുന്നിരിക്കണം അവന് കിട്ടേണ്ടിയിരുന്ന ഉപദേശം. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസും അവരൊരു മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് അവർ പറയുന്നതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവനത് കുഴപ്പമായിരുന്നു. അതിപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. ഇത് ആ ഒരു പയ്യൻ്റെ മാത്രം കാര്യമല്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ, ഇന്ത്യയിലെ ആണുങ്ങളുടെ സൂയിസൈഡ് റേറ്റ്, അത് 30 വയസ്സിൽ താഴെയുള്ള ആണുങ്ങളുടെ സൂയിസൈഡ് റേറ്റ് സ്ത്രീകളുടെ സൂയിസൈഡ് റേറ്റിനേക്കാളും വളരെ വളരെ കൂടുതലാണ്. എന്താണ് കാരണം? ഈ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനേക്കാളും വില കുറവാണ് ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന്. അത് കാരണം എന്താ വെച്ചാൽ, ആണ് എന്ന് പറയുന്നവൻ ജോലി ചെയ്യണം, അവൻ വരുമാനം ഉണ്ടാക്കണം, അവൻ കുടുംബത്തിൻ്റെ പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡർ ആയിരിക്കണം. അതിനാണ് അവനെ ഒരു കുടുംബത്തെ വളർത്തിക്കൊണ്ട് വരുന്നത്, അതിനാണ് അവനെ കല്യാണം കഴിപ്പിക്കുന്നത്. പക്ഷേ അവന് ഇപ്പോഴത്തെ ഒരു തൊഴിൽ സാഹചര്യം വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് വർക്ക് കൾച്ചർ ആയിരിക്കാം, വർക്ക് ലോഡിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് ആയിരിക്കാം, ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, ഈ പറയുന്ന ബോസ് പ്രോപ്പർ ആയിരിക്കില്ല, അവർ ബ്ലെയിം ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കാം. പിന്നെ സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് എല്ലായിടത്തും കാര്യങ്ങൾ നടക്കണമെന്നില്ല. തിരുവനന്തപുരത്തുള്ളവർ നമ്മളെ ഇങ്ങനെ ബുള്ളി ചെയ്ത് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ഫ്രസ്ട്രേഷനൊക്കെ സഹിച്ചിട്ടാണ് ആമ്പിള്ളേർ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോ ഈ പണിയൊക്കെ എടുത്താലും ഇവർക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഒപ്പിക്കാൻ പറ്റുന്നില്ല. ലോണുകൾ എടുക്കേണ്ടി വരുന്നു, ലോണിന് EMI അടയ്ക്കാൻ തികയുന്നില്ല. നോക്കുമ്പോൾ ഒരു ദിവസത്തെ കൂടുതൽ സമയം ജോലിക്കുള്ള യാത്രയും ജോലിയും ഒക്കെ ആയിട്ട് കഴിയുന്നു. വേറെ സമയമൊന്നുമില്ല. പിന്നെ ഉറങ്ങാനും കുറച്ച് ഭക്ഷണം കഴിക്കാനും ഉള്ള നേരമുള്ളൂ. ചിലർക്ക് സമയത്തിന് കഴിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഓടിയിട്ടും കടങ്ങൾ തീരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വീട് വയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതൊരു ഓഫീസ് ജോലി എന്ന് പറഞ്ഞ് പോകുന്ന ആൾ അവിടെ എന്താ അനുഭവിക്കുന്നതെന്ന് പലപ്പോഴും വീട്ടിലുള്ളവർ അറിയാൻ ശ്രമിക്കുന്നില്ല. ഈ ആണുങ്ങൾ പറയുന്നുണ്ടാവും, എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് സ്ട്രെസ്സാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ വീട്ടുകാരെന്താ പറയുക, ഇപ്പോൾ ഒരു പാർട്ട്ണർ എന്താ ചിന്തിക്കുക, അയ്യോ ഇയാൾ പണിക്ക് പോയില്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും. അപ്പോൾ വൈഫ് എന്തായാലും പറയും, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്, എത്രയോ പേര് ഇങ്ങനെ സഹിച്ച് വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ ഏത് കമ്പനി പോയാലും ഉണ്ടാവും, നിങ്ങളങ്ങനെ ജോലി നിർത്താനൊന്നും പറ്റില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് ഇയാൾ വല്ലാണ്ട് ചൂടാവുന്നുണ്ടാവും. ഈ ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ബാക്കിയുള്ളവർ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോഴാണ്. അതായത് ഇയാൾ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. നമ്മൾ ആദ്യം പലവട്ടം പറയും നമ്മൾ സ്ട്രെസ്ഡ് ആണ്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വീക്കാണ്, നമ്മളെ കൊണ്ട് പറ്റില്ല. ആ നേരത്തെ എന്തെങ്കിലും പണി പറയുമ്പോൾ നമുക്കത് പറ്റില്ല എന്ന് പറയുന്നു. 3-4 തവണ പറയുന്നു. അവസാനം നമ്മൾ ഷൗട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. കാരണം ഈ ആങ്കർ എന്ന് പറയുന്നത് ഗ്രീഫാണ് അതിൻ്റെ റീസൺ. നമ്മളാരും മനസ്സിലാക്കുന്നില്ല, നമ്മളുടെ വിഷമങ്ങളാരും മനസ്സിലാക്കുന്നില്ല. ആ പെയിൻ കൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത്. പക്ഷേ എല്ലാവരും പറയും അവൻ ഭയങ്കര ചൂടനാണ്, അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്, അവന് ജോലിയുടെ ഇതുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ചൂടാവാമോ എന്ന് ചോദിക്കും. പക്ഷെ അതിന് മുമ്പ് അവർ പല രീതിയിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം എല്ലാവരും പറയും ആണുങ്ങൾ അവരുടെ വീക്ക്നെസ് പുറത്ത് കാണിച്ചുകൂടെ, നിങ്ങൾ ഓപ്പൺ അപ്പ് ആവും, നിങ്ങൾ സംസാരിക്കൂ. പക്ഷെ ആണുങ്ങൾ അങ്ങനെ ഓപ്പൺ അപ്പ് ആയി കേൾക്കാൻ ആളുണ്ടോ? ഇപ്പോൾ പറയുമ്പോൾ ജെൻഡർ ഇതായിട്ട് തോന്നാം. പക്ഷേ ഒരു പെൺകുട്ടി സങ്കടം പറഞ്ഞാൽ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ആണുങ്ങൾ തന്നെയുണ്ട്. പക്ഷെ ഒരു ആണും ഒന്ന് സങ്കടം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്, ഇതിനൊക്കെ നീ എന്തിനു വിഷമിക്കണമെന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ. അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ആൾക്കാർ തന്നെ വളരെ കുറവാണ്. പക്ഷെ ഇപ്പം ഇത് വല്ലാതെ കൂടുന്നുണ്ട്. നമ്മളിങ്ങനെ ന്യൂസൊക്കെ കാണുന്നുണ്ട്, വർക്ക് ലോഡ് കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നു. അപ്പോൾ കുറേ പേര് പറയും ഇവിടെ ജോലി ഇല്ലാതെ എത്രയോ പേര് ജീവിക്കുന്നു, എന്നിട്ട് ഇവനെന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്, ഇവൻ ആ ജോലി രാജിവെച്ചാൽ പോരെ. പക്ഷേ ഇതിപ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമുക്കറിയാവുന്നൊരു വീട്ടിൽ നടന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എനിക്കും പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ സ്ട്രെസ് വരുമ്പോൾ എനിക്കെന്തോ ജോലി റിസൈൻ ചെയ്യാൻ പറ്റി. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല. എല്ലാവരും മെൻ്റൽ സ്ട്രെങ്ത് ഒരുപോലെയല്ല, എല്ലാവരും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരുപോലെയല്ല, എല്ലാവരും വീട്ടിൽ ഉള്ളൊരു ലോഡ്. അതായത് ഇവൻ ജോലി നിർത്തി കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു ഫെയിലിയറാണ്. അവൻ അങ്ങനെ ഒരു ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരാളല്ല. അവന് നിനക്ക് എന്താ പറയുക, കോമ്പാറ്റിബിൾ അല്ല എന്നുള്ളതാണ് പറയുക. അവനൊരു മത്സരബുദ്ധി ഇല്ല. കാരണം നമ്മളെ ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുന്നതല്ലേ ഈ ലോകം മത്സരബുദ്ധിയോടെ നിൽക്കണം, എല്ലാവരും കോമ്പീറ്റ് ചെയ്യണം, ജോലിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യണം, പഠിക്കുമ്പോൾ കോമ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പോയിട്ട് എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ വീക്കാണെന്നാണ്. അപ്പോൾ അവൻ്റെ വീക്ക്നെസ്സാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ വീക്കായിട്ട് വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ പിന്നെ കഴിക്കുന്ന ഓരോ ഉരുള ചോറും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറേ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ അത്തരം വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ചിലർ ജീവിതം അവസാനിപ്പിക്കുന്നത്. ചിലർ വിഷമം കൊണ്ടായിരിക്കാം. ഈ പയ്യനൊന്നും വീട്ടിൽ നിന്നുള്ള പ്രഷറല്ല, നമുക്ക് ആ ഫാമിലിനെ അറിയുന്നതാണ്.
പക്ഷെ മേ ബി അവന് സ്വയം തോന്നിക്കാണും എൻ്റെ അടുത്ത് ഇവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഞാൻ മൂത്ത മോനാണ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദം എന്നുള്ളൊരു തോട്ടുണ്ടാവും. എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല, ഞാനൊരു ഫെയിലർ ആയി പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. പല കാരണങ്ങളുണ്ടാവും. ഇതിനും അധികം സമയമൊന്നും വേണ്ടല്ലോ, ഒരു മിനിറ്റിലുള്ള ഒരു തോട്ട് മാറിപ്പോയാൽ മതി. പക്ഷേ ആള് വർക്ക് ലോഡിലായിരുന്നു, സ്ട്രെസ്സിലായിരുന്നു. പിന്നെ എനിക്ക് KCBയുടെ വല്ലാതെ ഡീറ്റെയിൽസ് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇതുപോലെ ഈ ഒരു മഴക്കാലത്തൊക്കെ ഒരുപാട് വർക്ക് അവർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാറ്റിലൊക്കെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അതിനാവശ്യമുള്ള സ്റ്റാഫ് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ സ്റ്റാഫ് കുറവാണെങ്കിൽ അവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് വരുമ്പോൾ അവർക്ക് എല്ലായിടത്തും എത്താൻ പറ്റണമെന്നില്ല. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ എന്താ പറയുക, നാട്ടുകാർ ഡയറക്റ്റ് ഇവരോട് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നാട്ടിൽ തന്നെയുള്ള വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നാട്ടുകാർ ഇടപെടും. പിന്നെ കുറച്ചുകൂടെ പിടിപാടും ഒക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ സഹിച്ചിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മകനോ ഭർത്താവോ ആങ്ങളെയോ ഒക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെടുന്നു, ജോലിക്ക് പോയി തുടങ്ങിയ ശേഷമാണ് അവൻ അങ്ങനെയെങ്കിൽ അത് അങ്ങനെ വിടരുത്. കാരണം ആണുങ്ങളുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡറാണ്, എനിക്ക് വീക്ക്നെസ് കാണിക്കാനോ എനിക്ക് വയ്യാന്ന് പറഞ്ഞിരിക്കാനോ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് എല്ലാ ആണുങ്ങളും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇങ്ങനെ പട്ടിയെ പോലെ പണിയെടുക്കും. ഓൾറെഡി ബേൺ ഔട്ട് ആയിട്ടുണ്ടാവും. അത് ഇതുപോലൊരു കൗൺസിലിങ്ങിനൊക്കെ പോയി നല്ലൊരു പ്രോപ്പർ മെഡിക്കൽ സപ്പോർട്ട് എടുത്ത് അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവർക്കാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ബേൺ ഔട്ട് ആയതാണോ, അതോ നിങ്ങൾക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണോ, ആങ്സൈറ്റി ആണോ പ്രശ്നം, എന്താണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളെല്ലാ ദിവസവും ഒരേ റൂട്ടീനിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും മൊത്തം എനർജിയും തീർന്ന് ആരോഗ്യം പോയി, പിന്നെ ഓരോരോ അസുഖങ്ങൾ വന്ന്. അപ്പം ഇങ്ങനൊരു അവസ്ഥയിലൂടെ ചിലപ്പോൾ നിങ്ങളും കടന്നു പോകുന്നുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ വല്ലാതെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പം കുറച്ച് പ്രശ്നത്തിലായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരുടെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് അവരെ നല്ലോണം ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നിങ്ങൾ ന്യൂസുകൾ നോക്കിയാൽ കാണാം, ഇത്തരത്തിലുള്ള ആൾക്കാർ സൂയിസൈഡിൽ നിന്ന് കൂടി വരുന്നുണ്ട്. സോ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളുടെ ഹെൽത്ത് നിങ്ങളൊന്ന് നോക്കുക. അവർ ഏത് മെൻ്റൽ അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അവർ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഭ്രാന്ത് ആണെന്ന് ആൾക്കാർ ചിന്തിക്കുന്ന കരുതി ഇത് പറയാത്തതാണ്. അത് ഭ്രാന്തല്ല, അത് മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അതൊരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ചിന്തിച്ചത് അതാണ്. എൻ്റെ അടുത്ത് ജോലി റിസൈൻ ചെയ്യാൻ നേരത്ത് എൻ്റെ പേരൻസ് ആണെങ്കിലും പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യും, നല്ലൊരു പൊസിഷനിൽ കിട്ടി, നല്ല സാലറി കിട്ടി, ഇതില്ലാണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എനിക്ക് ഫിസിക്കലി എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുക, എനിക്കൊരു കൈയൊടിയോ കാലൊടിയോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി ഒരു ഡാമേജ് പറ്റിയാൽ എനിക്ക് പിന്നെ പണി എടുക്കാതെ ഇരിക്കണ്ടേ, കുറച്ച് കാലമെങ്കിലും റെസ്റ്റ് എടുക്കണ്ടേ. ഇത് മെൻ്റലിയാണ് പറ്റിയത്, ഇത് പുറത്തേക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മെൻ്റലി എനിക്കൊരു അതുപോലെ ഒരു പ്രശ്നം പറ്റി. സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ ഫിറ്റല്ല, അതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുക്കുന്നു. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കില്ലേ. പക്ഷെ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മെൻ്റൽ ഹെൽത്തിന് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രശ്നമായിരിക്കാം, അതാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, അതാണ് നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ തീരെ എനർജി ഇല്ലാത്തത്, നിങ്ങൾക്ക് ഫാമിലിയുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ചിലർ ഈ ഒരു ഇത് കാരണം മദ്യപാനത്തിലേക്കും സിഗരറ്റ് വലിയിലേക്കൊക്കെ കിടക്കും. അങ്ങനെ നിങ്ങളുടെ മൊത്തം റുട്ടീനും കാര്യങ്ങളും നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ട് പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക, നിങ്ങളൊരു പ്രോപ്പർ പ്രൊഫഷണലിൽ പോയി കാണുക, ഇതാണ് നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ, ഇനി സൈക്കോളജിസ്റ്റിനെ കണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞാൽ കാണുക, മെഡിക്കേഷൻ മരുന്ന് കഴിക്കണമെങ്കിൽ അത് കഴിക്കുക. അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആക്കി എടുക്കുക. കാരണം ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തും. അപ്പോൾ ഞാൻ പറയാനുള്ളത് ആണുങ്ങളോടാണ്, നിങ്ങളുടെ ആരോഗ്യം വേറെ ആരും വന്ന് നിങ്ങളോട് ചോദിക്കില്ല, നീ ഓക്കെ ആണോ, നീ എന്തിനാണ് ഇന്ന് ദേഷ്യപ്പെടുന്നത്, മെൻ്റലി നീ ഓക്കെ ആണോ, എന്താ പ്രശ്നം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊന്നും നിങ്ങളോട് ചോദിക്കാൻ ആരും വരാൻ സാധ്യതയില്ല. സോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ തന്നെ നോക്കുക. ഇതുപോലെ നിങ്ങൾ തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് കൗൺസിലിങ്ങിന് പോയി നിങ്ങൾ സംസാരിക്കുക. അവർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതുപോലെയുള്ള വീട്ടുകാരോടും കൂടെ ഞാൻ പറയുകയാണ്, പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അവരെന്താണ് ഇങ്ങനെ, അവർ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടോ, അവരിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടോ, അവർ വർക്കുകാരൻ വല്ലാത്ത സ്ട്രെസ്സിലാണെങ്കിൽ നിങ്ങൾ അവരോട് ഒന്ന് സംസാരിച്ചിട്ട് അവരെ ഒന്ന് ഇതുപോലെ ഏതെങ്കിലും കൗൺസിലിങ്ങിനോ മറ്റോ കൊണ്ടുപോകും. അവർ ചിലപ്പോൾ റിലക്റ്റൻ്റ് ആവാം. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഫെയിലിയറാണ്, ഞാൻ വീക്കാണ് എന്ന് പുറത്ത് കാണിക്കാനുള്ള മടി കൊണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഈഗോ ഒന്നും വേണ്ട. നിങ്ങൾ വീക്കാണെങ്കിൽ നിങ്ങൾ വീക്കാണ്, ആ വീക്ക്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾ സ്ട്രോങ് ആവും. ഇത് വളരെ അലാമിങ് സ്റ്റേജിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സൂയിസൈഡ് റേറ്റ് ഒക്കെ കൂടുന്നത്. നമ്മൾ ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. സോ പ്ലീസ് ടേക്ക് കെയർ.